സ്പേസ് ഗോഡ്സില്ലയുടെ ഈവിൾ ക്ലോൺ. ഗോഡ്സില്ല വില്ലന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും സ്പേസ് ഗോഡ്സില്ല. സ്പേസ് എന്നൊരു ടെറിട്ടറി ഇതുവരെ അങ്ങനെ വലുതായിട്ട് മോൺസ്റ്റർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആകെ കിങ് ഗിഡോറ വന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഫ്യൂച്ചറിൽ സ്പേസ് എന്നൊരു ടെറിട്ടറിയിൽ ഒരു ഹോൾ സെറ്റ് ഓഫ് വില്ലൻസ് ഉള്ളതുകൊണ്ട് തന്നെ മോൺസ്റ്റർ മെയിൻ സ്ട്രീം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ടെറിട്ടറി തുടങ്ങാൻ പറ്റിയൊരു ക്യാരക്ടർ തന്നെയാണ് സ്പേസ് ഗോഡ്സില്ല. അപ്പോൾ ഗോഡ്സില്ലയുടെ ഒരു ക്ലോൺ ആണെന്ന് പറഞ്ഞപ്പോൾ ഗോഡ്സില്ലേക്കാൾ കൂടുതൽ എബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്, എസ്പെഷ്യലി ക്രിസ്റ്റൽ ബേസ്ഡ് എബിലിറ്റീസ് ഒക്കെ. അപ്പോൾ ഈ ഒരു സ്പേസ് ഗോഡ്സില്ല ഉണ്ടായ ഒരു ഒറിജിൻ സ്റ്റോറി എങ്ങനെയാണ്, അതേപോലെ ഇതിൻ്റെ പവേഴ്സ് എന്താണ്, ഫ്യൂച്ചർ മോൺസ്റ്റർവേഴ്സിൽ ഈ മോൺസ്റ്റർ എങ്ങനെയായിരിക്കും വരാൻ പോകുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ഷോട്ട് ഔൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മൾ മോൺസ്റ്റർ വേസ് ബേസ്ഡ് ആയിട്ടും അല്ലാതെയുള്ള മോൺസ്റ്റർ റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. മോൺസ്റ്റർ വേസ് ഫനാറ്റിക്സ് കേരള എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് ഫനാറ്റിക്സ് കമ്മ്യൂണിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞൊരു വലിയ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് ഈ ഒരു ഗ്രൂപ്പ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മൂവീസ്, ഗെയിംസ്, ബുക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഭാഗമാണോ അല്ലെങ്കിൽ ഈ ഒരു മോൺസ്റ്റർ വേസ് ഗ്രൂപ്പിൽ ഭാഗമാണോ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക. നല്ല ഹെൽത്തി ഡിസ്കഷൻസുമായിട്ട് മുന്നോട്ട് പോകാം. 1994 ഗോഡ്സില്ല വേഴ്സസ് സ്പേസ് ഗോഡ്സില്ല സിനിമയിലാണ് ആദ്യമായി ഈ ക്യാരക്ടർ കടന്നു വരുന്നത്. സ്പേസ് ഗോഡ്സില്ലയുടെ ഫസ്റ്റ് സൈറ്റ് ഭൂമിയുടെ അരികിൽ ബഹിരാകാശത്തിലൂടെ പറക്കുന്നതായിരുന്നു. ഭൂമിയിലേക്ക് വരുന്നവഴി നാസയുടെ സാറ്റലൈറ്റ് സ്പേസ് ഗോഡ്സില്ല നശിപ്പിച്ചു. ഇതിനാൽ കൈജൂസിനെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ മൊഗുവേറ എന്ന മെക്ക ഗോഡ്സില്ല പോലത്തെ ഒരു റോബോട്ടിനെ ഹ്യൂമൻസ് അയക്കുന്നു. അങ്ങനെ മൊഗുവേറയും സ്പേസ് ഗോഡ്സില്ല തമ്മിൽ ഫൈറ്റ് ആവുന്നു. മൊഗുവേറ എളുപ്പത്തിൽ പരാജയപ്പെടുത്തിയ ശേഷം സ്പേസ് ഗോഡ്സില്ല ഭൂമിയിൽ ഇറങ്ങുന്നു. ബാസ് ദ്വീപിൽ ഇറങ്ങി ഗോഡ്സില്ലയുടെ മകനായി ലിറ്റിൽ ഗോഡ്സില്ലെ സ്പേസ് ഗോഡ്സില്ല ആക്രമിച്ചു. പക്ഷേ രക്ഷയൊക്കെ കൃത്യസമയത്ത് ഗോഡ്സില്ല എത്തി. സ്പേസ് ഗോഡ്സില്ല തന്നെ ടെലക്കനറ്റിക് കഴിവുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ഗോഡ്സില്ല കീഴടക്കി. തുടർന്ന് ലിറ്റിൽ ഗോഡ്സില്ല ക്രിസ്റ്റലുകളിൽ കുടുക്കി. ഒടുവിൽ ജപ്പാന് മുകളിലൂടെ പറന്ന് ഫുക്കുവോക്കയിൽ തന്റെ കോട്ട സ്ഥാപിച്ചു. സ്പേസ് ഗോഡ്സില്ലയുമായി വീണ്ടും ഇത് ചെയ്യാൻ മൊഗുവേറ ഫുക്കുവോക്കയിലെത്തി. താമസിയാതെ ഗോഡ്സില്ലയും എത്തി മൊഗുവേറയുമായി ചേർന്നു. മൊഗുവേറ ലാൻഡ് മൊഗുവേറ, സ്റ്റാർ ഫാൽക്കൺ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. ലാൻഡ് മൊഗുവേറ ഭൂമിക്കടിയിലൂടെ തുരന്ന് സ്പേസ് ഗോഡ്സില്ലയുടെ പവർ സ്രോതസ്സായി ഫുക്കുവോക്ക ടവറിന്റെ അടിത്തറ തകർത്തു. അതേസമയം ഗോഡ്സില്ല ടവർ തലനിലപ്പിൽ നിന്ന് വീഴ്ത്തി. പിന്നീട് ഗോഡ്സില്ലയ്ക്ക് ഫൈറ്റിൽ മുൻതൂക്കം ഉണ്ടായിരുന്നു. മൊഗുവേറ ഗ്രനേഡുകൾ ഉപയോഗിച്ച് സ്പേസ് ഗോഡ്സില്ലയുടെ ഷോൾഡർ ക്രിസ്റ്റൽ നശിപ്പിക്കുകയും ഗുരുതരമായി ദുർബലപ്പെടുത്തുകയും ചെയ്തു. പ്രതികാരമായി സ്പേസ് ഗോഡ്സില്ല മൊഗുവേറയുടെ ഒരു കൈ പൊട്ടിത്തെറിപ്പിക്കുകയും പാലിൽ തറച്ച് അടുത്തുള്ള കെട്ടിടത്തിലേക്ക് എറിയുകയും ചെയ്തു. കേടുപാടുകൾ സംഭവിച്ച യന്ത്രത്തെ യുദ്ധത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ മൊഗുവേറയുടെ ക്രിയേറ്ററായ അകിര യുക്കി ശ്രമിച്ചു. എന്നിരുന്നാലും മെഷീന്റെ കേടുപാടുകൾ നിയന്ത്രിക്കുന്നത് മിക്കവാറും അസാധ്യമാക്കി. കൂടാതെ മൊഗുവേറ നിരവധി കെട്ടിടങ്ങളിൽ ഇടിച്ച് അത് അവിടെ പൂർണ്ണമായിട്ട് പ്രവർത്തനരഹിതമായി മാറി. സ്പേസ് ഗോഡ്സില്ല എഴുന്നേക്കാൻ പാടുപെടുമ്പോൾ ഗോഡ്സില്ല തന്നെ ചുവന്ന അറ്റോമിക് ബ്രത്ത് ഉപയോഗിച്ച് പലതവണ അറ്റാക്ക് ചെയ്തു. സ്പേസ് ഗോഡ്സില്ല ഒരു ദുർബലമായ ഗർജനം പുറപ്പെടുവിക്കുകയും ഒടുവിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഗോഡ്സില്ല വേഴ്സസ് സ്പേസ് ഗോഡ്സില്ല സിനിമയുടെ കഥ. എന്നാൽ ഈ മോൺസ്റ്റർ എങ്ങനെ ഉണ്ടെന്നുള്ള ഒറിജിനൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. സോ ഒരു സിനിമയിൽ ഹ്യൂമൻസ് അനുമാനിക്കുന്നത് ഗോഡ്സില്ല സെൽസ് എങ്ങനെ ബഹിരാകാശത്തേക്ക് പോയി ഒരു ബ്ലാക്ക് ഹോളിൽ വീഴുകയും ഒരു വൈറ്റ് ഹോളിൽ നിന്ന് ഉയർന്നു വരികയും ക്രിസ്റ്റലീൻ ഓർഗാനിസംസ് സ്വാംശീകരിച്ച് അതിവേഗം ഇവോൾവ് ആവുകയും കൂടാതെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ എനർജിയോട് എക്സ്പോസ്ഡ് ആവുകയും ചെയ്യുന്നു. അങ്ങനെയാകെ എവല്യൂഷൻ സംഭവിച്ച് സ്പേസ് ഗോഡ്സില്ല എന്ന വലിയൊരു മോൺസ്റ്ററായിട്ട് മാറിയത്. എന്നാൽ ഈ ഗോഡ്സില്ല സെൽസ് ബ്ലാക്ക് ഹോളിലേക്ക് വീഴാൻ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. സിനിമയിൽ 2 വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഗോഡ്സില്ലയുടെ മുൻ ക്ലോണായ ബയോലാൻഡയുടെ കോശങ്ങൾ 1990 ഗോഡ്സില്ലയുമായി യുദ്ധം ചെയ്ത് ബഹിരാകാശത്തേക്ക് അവസാനം ഉയർന്നു പോയപ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ 1993 സിനിമയിൽ മോത്ര ഭൂമിയിലേക്ക് വന്നൊരു ഉൽക്ക തടയാൻ ഔട്ടർ സ്പേസിലേക്ക് പോയപ്പോൾ അറിയാതെ ഗോഡ്സില്ല സെൽസ് തന്നെ ചിറകിൽ കൊണ്ടുപോയി. അങ്ങനെ സ്പേസിൽ അത് ഒഴുകി നടന്നാകാം. 2019 ഇറങ്ങിയ ഗോഡ്സില്ല ഡിഫൻസ് ഫോഴ്സ് ഗെയിമിൽ മോത്രയാണ് കാരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മോൺസ്റ്റർ വേസിലേക്ക് വന്നാൽ മോത്രയെക്കാട്ടും നല്ലൊരു ഓപ്ഷൻ ബയോലാൻഡെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ബയോലാൻഡെ അടുത്ത ഗോഡ്സില്ല എക്സ്കോങ് പടത്തിൽ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു വില്ലനാണ്. സോ അതിനുശേഷം ബയോലാൻഡയുമായി കണക്ട് ചെയ്ത് സ്പേസ് ഗോഡ്സില്ല ഫ്യൂച്ചറിൽ അവർക്ക് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഹോളോ എർത്തിൽ ക്രിസ്റ്റൽസും ബ്ലാക്ക് ഹോൾസും ഉള്ളതിനാൽ ആ വഴിയും ഈ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഡയറക്റ്റ് സ്പേസ് എന്നൊരു കണക്ഷൻ മാത്രം കൊണ്ടുവരാതെ ഹോളോ എർത്തിലൂടെയും കണക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഗോഡ്സില്ല വില്ലന്മാരിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ആണ് സ്പേസ് ഗോഡ്സില്ല. പ്ലാൻഡ് കോമ്പാറ്റ് സ്ട്രാറ്റജിയൊക്കെ സിനിമയിൽ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ബിൽഡിങ്സിൽ നിന്നൊക്കെ പവർ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഗോഡ്സില്ലയുടെ മകൻ ലിറ്റിൽ ഗോഡ്സില്ല ട്രാപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് തന്ത്രങ്ങൾ. റാൻഡമായ ഒരു ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ മൈൻഡ് കൺട്രോളോ ഒന്നുമല്ല, ഭൂമിയെ കീഴടക്കുക എന്നായിരുന്നു സ്പേസ് ഗോഡ്സില്ലയുടെ ലക്ഷ്യം. ഗോഡ്സില്ല തോപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമി തനിക്കെതിരെ ഡിഫൻസ്ലെസ് ആണ്, അങ്ങനെ ഭൂമി തന്റെ സാമ്രാജ്യമാക്കി മാറ്റാം. അതായിരുന്നു സ്പേസ് ഗോഡ്സില്ലയുടെ ലക്ഷ്യം. ഇനി നമുക്ക് സ്പേസ് ഗോഡ്സില്ലയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോൺ റിയാക്റ്റീവ് ഷീൽഡ് ഒരു ക്രിസ്റ്റൽ ലൈക്ക് ഷീൽഡ് ആണ് ഫോട്ടോൺ റിയാക്റ്റീവ് ഷീൽഡ്. സോ ബേസിക്കലി സ്പേസ് ഗോഡ്സില്ലയുടെ ഓൾമോസ്റ്റ് എല്ലാ പവേഴ്സും ക്രിസ്റ്റൽ ബേസ്ഡ് ആണ്. കൊറോണ ബി ഗോഡ്സില്ലയ്ക്ക് അറ്റോമിക് ബ്രത്ത് ഉള്ളതുപോലെ തന്നെയാണ് സ്പേസ് ഗോഡ്സില്ലയ്ക്കുള്ള എനർജി ബീമായ കൊറോണ ബി. ഗ്രാവിറ്റി ടൊർണാഡോ സോ ഇതൊരു പ്രത്യേകതരം ടെലക്കനീസ് ആണെന്ന് പറയാം. ഈ ഒരു കൈജൂന് ഒരുപാട് പറക്കാനും ഫ്ലോട്ട് ചെയ്ത് നടക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഗോഡ്സില്ലയുടെ ഷേപ്പിലൊക്കെയുള്ള കൈജൂസിന് അതൊരിക്കലും മിക്കതും പോസിബിൾ അല്ല, പക്ഷേ സ്പേസ് ഗോഡ്സില്ലയ്ക്ക് അത് സാധിക്കും. ജിയോകൈനസിസ്
അതേപോലെ തൻ്റെ വില്ലിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ മാസീവ് ടവറിങ് ക്രിസ്റ്റൽസ് ഗ്രൗണ്ടിൽ ഉണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കും. എനർജി മാനിപ്പുലേഷൻ, അതായത് തൻ്റെ മനസ്സിൻ്റെ എബിലിറ്റി വെച്ചിട്ട് എനർജി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കൊറോണ ബീം വിടുമ്പോഴത്തേക്ക് ഇത് മൾട്ടിപ്പിൾ ഡയറക്ഷൻസിലോട്ട് വിടാൻ പറ്റും. അതേപോലെ തന്നെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് എനർജിയൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇത് സ്പേസ് ഫ്ലോ എന്ന് പറയുന്ന വേറൊരു പവറാണ്. അടുത്ത ഹോമിംഗ് ഗോസ്റ്റ്, അതായത് ജസ്റ്റ് തിൻ എയറിൽ നിന്ന് ക്രിസ്റ്റൽസ് ഉണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് സാധിക്കും. ഫോട്ടോൺ ഹുറിക്കേൻ, അതായത് ഒരു റിംഗ് ഷേപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ഈ ഒരു സംഭവം. ഈ ഒരു ഫോട്ടോ ഹുറിക്കാൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. അതായത് ഈ മൊഗ്വേറെ ആദ്യം തോപ്പിക്കുന്നത് ഈ ഒരു റിംഗ് ഷേപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതായത് ഈ ഫോട്ടോൺ ഹുറിക്കാൻ പുറത്തു വിട്ടിട്ടാണ് മൊഗ്വേറെ ആദ്യം തോപ്പിക്കുന്നത്. സോ ഈ മെക്ക ബേസ്ഡ് മോൺസ്റ്റേഴ്സിനെയൊക്കെ തോപ്പിക്കാൻ വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ പവറാണെന്ന് തന്നെ പറയാം. പിന്നെയുള്ള സ്പീഡാണ്, അതായത് ഈ ഔട്ടർ സ്പേസിലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് വരെ എത്താൻ ഈ ഒരു കൈജൂന് സാധിക്കും എന്നുള്ള വലിയ വണ്ടറായിട്ടുള്ളൊരു ഫാക്റ്റാണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്തും കൊറോണ ബീം അടക്കമുള്ള ഒരുപാട് പവേഴ്സും യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും വെച്ചിട്ട് ഇവിടെ ഒരിക്കലും അത്രയും സ്പീഡിൽ ഈ ഒരു കൈജൂവിന് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിങ് ഗിഡോർ വിഷയത്തിൽ കഴിഞ്ഞ് സ്പേസ് എന്ന ടെറിട്ടറി ഇതൊരു മോൺസ്റ്റേഴ്സിനധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ തുടങ്ങാൻ പറ്റിയ നല്ലൊരു കിടിലൻ ക്യാരക്ടർ തന്നെയാണ് സ്പേസ് ഗോഡ്സിൽ. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പടത്തിൽ ബയോലാൻഡേ ആണ് വരുന്നതെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് അതിൻ്റെ അടുത്ത പടത്തിൽ സ്പേസ് ഗോഡ്സിലെ കൊണ്ടുവരാൻ പറ്റും. പലർക്കും ഇപ്പോൾ സ്പേസ് ഗോഡ്സിൽ അല്ലെങ്കിൽ ഡെസ്ട്രോയ് ഒക്കെ അടുത്ത പടത്തിൽ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പവർ ലെവൽ വെച്ചിട്ട് എപ്പോഴും വില്ലന്മാരെ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇപ്പോൾ ബയോലാൻഡേ എന്ന് പറയുന്ന സ്പേസ് ഗോഡ്സിലൂടെ അത്ര പവർ ലെവലുള്ള ഒരു വില്ലനല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹോളോ എർത്തും സർഫസ് എർത്തും അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇച്ചിരി വെറൈറ്റി ലെവൽ മോൺസ്റ്ററാണെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു പടത്തിൽ ബയോലാൻഡേ വന്നിട്ട് അതുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് തൊട്ടടുത്ത സ്പേസ് ഗോഡ്സിലെ വെച്ചിട്ട് ഒരുപാട് സ്പേസ് വില്ലന്മാരെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം ഗൈഗനും ഹെഡോറയൊക്കെ പോലെ ഒരുപാട് സ്പെഷ്യൽ സ്പേസ് വില്ലന്മാരുണ്ട്. മേ ബി ഇവരുടെ ഒരു ടീമപ്പ് ഒക്കെ വേണമെങ്കിലും ഇവർക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് ഡെസ്ട്രോയുടെ കേസിലും പറയാനുള്ളത്. ഒരുപാട് പേര് അടുത്ത പടത്തിൽ ഡെസ്ട്രോയ് വേണമെന്നൊക്കെ പറയുന്നേക്കുന്നു. പക്ഷേ ഡെസ്ട്രോയ് എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ വില്ലനാണ്. അപ്പോൾ ഗോഡ്സിലെ വരെ നിയർലി കില്ല് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ തൊട്ടടുത്ത പടത്തിൽ അത് കൊണ്ടുവരുന്നതിനെക്കാട്ടിലും എൻ ഗെയിം ലെവൽ വരുന്ന ഒരു ഫൈനൽ കൺക്ലൂഷൻ പടത്തിലൊക്കെ ഡെസ്ട്രോയൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇത്രയുമാണ് ഗോഡ്സിലയുടെ ഈവിൾ ക്ലോണായ സ്പേസ് ഗോഡ്സിലെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ. എന്തെങ്കിലും തെറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മോൺസ്റ്റർവൈസ് ഫനാറ്റിക്സ് ഗ്രൂപ്പും ഫനാറ്റിക്സ് കമ്മ്യൂണിറ്റി ഓഫ് കേരളയെ മറക്കാതിരിക്കുക. ചേരാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആൻഡ് നമുക്ക് ഹെൽത്തി ഡിസ്കഷൻസുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മൂവി സീരീസ് റിലേറ്റഡുള്ള ഒരുപാട് വീഡിയോസ് എസ്പെഷ്യലി ഈ മോൺസ്റ്റർ വേഴ്സ് അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് റിലേറ്റഡുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.